ഹായ് ഫ്രണ്ട്സ്, നമ്മളിൽ ചിലരെങ്കിലും നമ്മുടെ കയ്യിലുള്ള ഒരു സ്റ്റോറേജ് മീഡിയ, അത് പെൻഡ്രൈവ് ആയിക്കൊള്ളട്ടെ, ഹാർഡ് ഡിസ്ക് ആയിക്കൊള്ളട്ടെ, അത് റിമോട്ട്ലി ആക്സസ് ചെയ്യണം, വയർലെസ്ലി ആക്സസ് ചെയ്യാൻ സാധിക്കുമോ എന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, അതെങ്ങനെ പോസിബിൾ ആണെന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, അത്തരത്തിലുള്ള ആളുകൾക്കായിട്ടാണ് ഈ വീഡിയോ. ഇത് വളരെ സിമ്പിളായി സാധിക്കാവുന്നൊരു കാര്യമാണ്. പക്ഷേ അതിന് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ആവശ്യമായിട്ടുള്ളതുണ്ട്. അതേതെല്ലാമെന്ന് പറയാം. നമുക്ക് USB പോർട്ടുള്ള ഒരു വൈഫൈ റൂട്ടർ ആവശ്യമാണ്. ആ വൈഫൈ റൂട്ടറിൽ UPnP ഇനേബിൾഡ് ആയിരിക്കണം. പിന്നെ നമ്മുടെ കമ്പ്യൂട്ടറോ സ്മാർട്ട് ഫോണോ ആൻഡ്രോയിഡ് ബോക്സോ ഉപയോഗിച്ച് നമുക്കത് ആക്സസ് ചെയ്യാം. ഒരു വൈഫൈ റൂട്ടറിലുള്ള USB പോർട്ട് നമ്മൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. FTP സെർവറിന് വേണ്ടി യൂസ് ചെയ്യാറുണ്ട്, സ്റ്റോറേജ് ഷെയറിങ്ങിന് യൂസ് ചെയ്യാറുണ്ട്, പ്രിൻ്റർ സെർവർ മുതലായവയ്ക്ക് യൂസ് ചെയ്യാറുണ്ട്. ഇവിടെ നമ്മൾ മീഡിയ ഫയൽസ് ആക്സസ് ചെയ്യുന്നതിന് വേണ്ടി UPnP നെറ്റ്വർക്ക് പ്രോട്ടോക്കോൾ യൂസ് ചെയ്ത് മീഡിയ ഫയൽസ് ആക്സസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. യൂണിവേഴ്സൽ പ്ലഗ് ആൻഡ് പ്ലേ എന്നതാണ് UPnPയുടെ പൂർണ്ണരൂപം. ഫയൽസ് ഷെയറിംഗ് നെറ്റ്വർക്ക് പ്രോട്ടോക്കോളാണ് UPnP. ഡാറ്റ സെക്യൂരിറ്റി UPnPയിൽ താരതമ്യേന കുറവാണ്. എന്നുവെച്ചാൽ കണക്ട് ചെയ്ത സ്റ്റോറേജ് മീഡിയയിൽ നിന്നും ഡാറ്റ നഷ്ടപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നഷ്ടപ്പെടുക എന്ന് ഉദ്ദേശിച്ചത് സ്റ്റീൽ ചെയ്യാനോ ഹാക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്നർത്ഥം. ആസ് പെർ മൈ സജഷൻ, നിങ്ങളുടെ സ്റ്റോറേജ് ഡിവൈസ് കണക്ട് ചെയ്യുന്ന സ്റ്റോറേജ് ഡിവൈസിൽ നിങ്ങളുടെ സെൻസിറ്റീവ് ഡാറ്റാസ് ഒന്നും തന്നെ കീപ്പ് ചെയ്യാതിരിക്കുക, സ്റ്റോർ ചെയ്യാതെ ഇരിക്കുക. ലളിതമായി പറഞ്ഞാൽ, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല എന്ന് കരുതുന്ന ഫയൽസ് മാത്രമേ ആ സ്റ്റോറേജ് ഡിവൈസിൽ വയ്ക്കാവൂ. ഇനി നമുക്കതിൻ്റെ വീഡിയോയിലേക്ക് കടക്കാം. എൻ്റെ അടുത്ത് നോക്കിയയുടെ മോഡം കം വൈഫൈ റൂട്ടറാണുള്ളത്. UPnP ഇനേബിൾഡ് ആണ്, USB പോർട്ടുമുണ്ട്. കുറച്ച് മീഡിയ ഫയൽസ് ഉള്ള ഒരു പെൻഡ്രൈവ് ഇതിൽ കണക്ട് ചെയ്യാം. USB സ്റ്റിക്ക് ഇപ്പോൾ ഇതിൽ കണക്ട് ചെയ്തു. ഇനി ഈ ഫയൽസ്, ഈ പെൻഡ്രൈവ് എങ്ങനെ ആക്സസ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഒരു ആൻഡ്രോയിഡ് ബോക്സ് വെച്ച് എങ്ങനെ ഈ പെൻഡ്രൈവ് ആക്സസ് ചെയ്യാമെന്ന് നോക്കാം. ഞാനിവിടെ എയർടെൽ എക്സ്ട്രീം ബോക്സ് ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ എക്സ്ട്രീം ബോക്സോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആൻഡ്രോയിഡ് ബോക്സോ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. VLC പ്ലെയർ അല്ലെങ്കിൽ UPnP സപ്പോർട്ട് ചെയ്യുന്ന ഏതൊരു ആപ്പും നമുക്ക് ഉപയോഗിക്കാം. ബ്രൗസിംഗ് മെനു ചൂസ് ചെയ്യുക. ബ്രൗസിംഗ് മെനുവിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ലോക്കൽ നെറ്റ്വർക്ക് എന്നുള്ള ഒരു ഫോൾഡർ, ഒരു ലിങ്ക്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും UPnP AV മീഡിയ സെർവർ എന്നുള്ളൊരു ഫോൾഡർ. ഈ ഫോൾഡർ നമ്മൾ വൈഫൈ റൂട്ടറിൽ കണക്ട് ചെയ്ത പെൻഡ്രൈവിലേക്കുള്ള ലിങ്കാണ്. USB 1 എന്നുള്ള ഈ ഫോൾഡർ ക്ലിക്ക് ചെയ്താൽ നമുക്ക് പെൻഡ്രൈവിലുള്ള എല്ലാ ഫയൽസും ഇവിടെ സ്ക്രീനിൽ കാണാവുന്നതാണ്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഫയൽസ് ചൂസ് ചെയ്യാം, പ്ലേ ചെയ്യാം. കണക്ടിവിറ്റിയും ആക്സസിങ്ങും വളരെ സിമ്പിളാണ്. ബേസിക് സ്റ്റെപ്സ് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. നെറ്റ്വർക്ക് സ്പീഡിനനുസരിച്ച് ഒരുപക്ഷെ നമുക്ക് സ്ലോനെസ് അനുഭവപ്പെട്ടേക്കാം. ബട്ട് എനിക്കങ്ങനെ ഇതുവരെ ഒരു സ്ലോനെസ് അനുഭവപ്പെട്ടിട്ടില്ല. UPnP ഇനേബിൾഡ് ആയിട്ടുള്ള, ഇൻബിൽറ്റ് ആയിട്ടുള്ള മീഡിയ പ്ലെയർ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. വെസ്റ്റേൺ ഡിജിറ്റലിൻ്റെ മീഡിയ പ്ലെയർ പോലുള്ള പ്ലെയേഴ്സിൽ UPnP ഓൾറെഡി ഇൻബിൽറ്റ് ആണ്. അത്തരം ഡിവൈസിൽ ഒരു ആപ്പിൻ്റെയും സഹായമില്ലാതെ ഡയറക്റ്റ് ആക്സസിങ് പോസിബിൾ ആണ്. എന്ന് വെച്ചാൽ നമ്മൾ കണക്ട് ചെയ്ത USB സ്റ്റോറേജിനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാം, ഒരു ആപ്പിൻ്റെയും സഹായമില്ലാതെ. അതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ എൻ്റെ അടുത്ത വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. സ്മാർട്ട് ഫോൺ വഴി എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് നോക്കാം. സെയിം മെത്തേഡ് തന്നെ VLC പോലുള്ളൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക, ഓപ്പൺ ചെയ്യുക. അപ്പോൾ അതിൽ ലോക്കൽ നെറ്റ്വർക്ക് എന്നുള്ള മെനുവിൽ ആ UPnP AV മീഡിയ സെർവർ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് ആസ് യൂഷ്വൽ നമ്മൾ ആദ്യം ചെയ്തതുപോലെ
ആക്സസ് ചെയ്യാം. എന്തിനു നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്ത് ആക്സസ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഡയറക്റ്റ് ചെയ്തുകൂടെ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതിന് 1-2 റീസൺസ് ഉണ്ട്. അതിലൊന്നാമതായി, നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും, അതല്ലെങ്കിൽ ഈ വൈഫൈ നിങ്ങൾ ആർക്കൊക്കെയാണോ അതിൻ്റെ പ്രിവിലേജ് യൂസ് ചെയ്യാനുള്ള പ്രിവിലേജ് കൊടുത്തിരിക്കുന്നെങ്കിൽ അവർക്കെല്ലാവർക്കും തന്നെ കോമണായി ആക്സസ് ചെയ്യാം എന്നുള്ളതാണ്. അവരവരുടെ ഫോണിൽ അവരവർക്ക് ഇഷ്ടമുള്ളപ്പോൾ പാട്ട് കേൾക്കാം, വീഡിയോ കാണാം. ഈ USB സ്റ്റോറേജ് കൊണ്ടു നടക്കേണ്ട ആവശ്യമില്ല. ഇതൊരു കോമൺ ആക്സസ് പോയിൻ്റായി കൺസിഡർ ചെയ്ത് നമുക്ക് എല്ലാവർക്കും തന്നെ അത് യൂസ് ചെയ്യാവുന്നതാണ്. മൾട്ടിപ്പിൾ TVസിൽ കണക്ട് ചെയ്യാം, അതല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യാം, അതുപോലെ മൾട്ടിപ്പിൾ മൊബൈൽസിൽ ആക്സസ് ചെയ്യാം. അങ്ങനെയുള്ള ഗുണങ്ങളും ഇതിനുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഗൈസ്. അടുത്ത വീഡിയോയിൽ മറ്റൊരു ഇൻഫോർമേറ്റീവ് ടോപ്പിക്കുമായി കാണുന്നത് വരേക്കും ബൈ.